ഈ വക ക്യാപ്സ്യൂൾ കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് ഇപ്പോഴും CPM കണക്ക് കൂട്ടുന്നത്. അവരെവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്? വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യമാണ്. CPI ചില സത്യങ്ങൾ പറഞ്ഞു. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ പറഞ്ഞതാണ് യഥാർത്ഥ പരാജയ കാരണങ്ങളെന്നും കേരളത്തിനറിയാം. ജനങ്ങൾ അത് അറിയുന്നു. പക്ഷേ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് CPI എടുക്കാൻ പോകുന്ന നടപടികൾ? ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഒരു സർക്കാർ, അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും വലിയ തോതിലുള്ള ജനവികാരം ഉണ്ട്. മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. അതായത് വൺ മാൻ ഷോ ആണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഒപ്പിട്ട PMC പദ്ധതി അതൊക്കെ ജനങ്ങളിൽ വലിയ എതിർവികാരം ഉണ്ടാക്കി. അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ്, അത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റൻ, മന്ത്രിസഭയുടെ നായകൻ 4-5 മാസങ്ങൾക്ക് ശേഷം സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPI എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ജനവിരുദ്ധ വികാരത്തിന് ഇരയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയുടെ സർക്കാരിന്റെ ഭാഗമായിട്ടായിരിക്കുമോ അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്? അല്ലാതെ വേറെന്ത് നിവൃത്തിയാണ് അവർക്കുള്ളത്? തെരഞ്ഞെടുപ്പ് കാരണങ്ങളെ കുറിച്ചൊക്കെ വാചാലമായിട്ട് ചർച്ച ചെയ്യാം. അതൊക്കെ പത്രങ്ങളിൽ വരും, പത്രങ്ങൾക്ക് ചോർത്തി കൊടുക്കാം. അത് എക്സിക്യൂട്ടീവിന്റെയും സെക്രട്ടേറിയറ്റിന്റെയും മിനിറ്റ്സിൽ, റിപ്പോർട്ടുകളിൽ ഉണ്ടാകും എന്നതൊഴിച്ചാൽ ഈ വക വിലയിരുത്തലുകൾ കൊണ്ട്, ആത്മപരിശോധന കൊണ്ട് എന്താണ് പ്രയോജനം?